ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്കയുടെ വരാനിരിക്കുന്ന മൂവി ആയിട്ടുള്ള കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസ് ആയിട്ടുണ്ട്. ഇതാണ് ആ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ. നോക്കൂ, നമ്മുടെ മമ്മൂക്കയുടെ ഫേസ്. ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന അതിക്രൂരനായ ഒരു വ്യക്തിയുടെ ഫേസ് നമുക്ക് ഈ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. കളങ്കാവൽ എന്ന ഈ ചിത്രത്തിൽ നമ്മുടെ മമ്മൂക്ക നെഗറ്റീവ് റോളിലാണ് എത്തുന്നത്. എന്ന് വെച്ചാൽ വില്ലൻ റോളിലാണ് മമ്മൂക്ക എത്തുന്നത്. ഈ ചിത്രത്തിൽ നായകനായിട്ട് എത്തുന്നത് വിനായകനാണ്. സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ എപ്പോഴും നമ്മളെ വിസ്മയിപ്പിക്കുന്ന നടനാണ് നമ്മുടെ മമ്മൂക്ക. കാരണം വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ സെലക്ഷനാണ് നമ്മുടെ മമ്മൂക്ക എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ദുൽഖർ നായകനായിട്ടെത്തിയ കുറുപ്പ് എന്ന ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ജിതിൻ കെ ജോസാണ് കളങ്കാവൽ എന്ന ഈ ചിത്രവും സംവിധാനം ചെയ്യുന്നത്. അപ്പോ എന്താണ് കളങ്കാവൽ? ആ പേരിൽ തന്നെ വ്യത്യസ്തത നിറഞ്ഞു നിൽപ്പുണ്ട്. തിരുവനന്തപുരം അതുപോലെ തന്നെ കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ നിലനിൽക്കുന്ന തെയ്യം പോലൊരു കലാരൂപമാണ് കളങ്കാവൽ. ഐതിഹ്യത്തിൽ കളങ്കാവലിനെ കുറിച്ച് പറയുന്നത് ദാരികൻ എന്ന അസുരനെ തേടി ദേവി 4 ദിക്കിലേക്കും സഞ്ചരിക്കുന്നു. അവസാനം ശിവന്റെ തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളിയായി വന്ന് ദാരികനെ നിഗ്രഹിക്കുന്നതാണ് കളങ്കാവലിന്റെ ഐതിഹ്യം എന്ന് പറയപ്പെടുന്നു. അപ്പോ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് കളങ്കാവൽ എന്ന ഈ ചിത്രം ഈ ഐതിഹ്യവുമായി ചേർന്നതാണോ എന്നതാണ്. അപ്പോഴാണ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത്. ചിത്രത്തിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് സൈനൈഡ് മോഹനൻ എന്നാണ്. അപ്പോ ഈ സൈനൈഡ് മോഹനൻ എന്ന കഥാപാത്രത്തിന് റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു ആളുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. കർണാടകയിൽ മംഗലാപുരം എന്ന സ്ഥലത്ത് മോഹനൻ എന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് 21ഓളം സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അതിൽ 20ഓളം സ്ത്രീകളെ അദ്ദേഹം കൊലപ്പെടുത്തുകയും ചെയ്തു. ഓരോ സ്ത്രീകളെയും വരും ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം കൊലപ്പെടുത്താറാണ് പതിവ്. ആ സ്ത്രീയിൽ നിന്നും കിട്ടേണ്ട സ്വത്ത് മുതലുകളെല്ലാം അദ്ദേഹം കരസ്ഥമാക്കിക്കൊണ്ട് സൈനൈഡ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ സ്ത്രീകളെ കൊല്ലുന്നത്. അവസാനം അദ്ദേഹം 21ാമത്തെ സ്ത്രീയെ വിവാഹം കഴിക്കുകയും അതിൽ അദ്ദേഹം പിടിക്കപ്പെടുകയും ചെയ്യുകയാണ്. അതിലൂടെ അതികൊടൂരനായിട്ടുള്ള സൈനൈഡ് മോഹനൻ ജയിലിലാകുകയും ആണ്. അപ്പോ നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാണ്, ഈ ചിത്രത്തിൽ സൈനൈഡ് മോഹനൻ എന്ന ക്യാരക്ടറായിട്ടാണ് നമ്മുടെ മമ്മൂക്ക എത്തുന്നത്. അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത്. ഈ ചിത്രത്തിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം 21ഓളം നായികമാരാണ് ഈ ചിത്രത്തിൽ എത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. എന്തായാലും മമ്മൂക്കയെ പോലൊരു മഹാനടൻ ഒരു നെഗറ്റീവ് റോള് സെലക്ട് ചെയ്യണമെങ്കിൽ അതിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതലായി നമുക്ക് ഈ ചിത്രത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലണമെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിന്റെ ടീസറോ ട്രെയിലറോ ഒക്കെ വരേണ്ടതായിട്ടുണ്ട്. കളങ്കാവലിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആ പോസ്റ്റർ. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം പ്രൊഡക്ഷൻ ചെയ്യുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രമാണ് കളങ്കാവൽ എന്ന ഈ ചിത്രം. ജിതിൻ കെ ജോസും വിഷ്ണു ശ്രീകുമാറുമാണ് ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഫൈസൽ അലിയാണ് ഈ ചിത്രത്തിന്റെ ക്യാമറാമാനായി എത്തുന്നത്. സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായിട്ടുള്ള കിഷ്കിന്ദ കാന്തം അതുപോലെ രേഖാചിത്രം എന്നീ ചിത്രങ്ങളുടെ മ്യൂസിക് നിർവഹിച്ചിട്ടുള്ള മുജീബ് നജീബാണ് കളങ്കാവലിന്റെയും മ്യൂസിക് നിർവഹിക്കുന്നത്. സ്റ്റൈലിഷ് ലുക്കിലായിരുന്നാലും വില്ലൻ ലുക്കിലായിരുന്നാലും പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കാൻ കഴിയുന്ന നടനാണ് നമ്മുടെ മെഗാ സ്റ്റാർ മമ്മൂക്ക. അപ്പോ എന്തായിരുന്നാലും കളങ്കാവലിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.